ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എൻ്റെ വെയിറ്റ് ലോസ് ജേർണീനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതെനിക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല ഇത്രയൊരു വാം വെൽക്കം നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുമെന്ന്. കുറേ പേര് അവരുടെ ജേർണി, അതുപോലെ അവരുടെ വെയിറ്റ് ലോസ് ജേർണി, അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അവർ ഗോ ത്രൂ ചെയ്തതെന്നൊക്കെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. ഒത്തിരി കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ പേര് സ്വീകരിച്ചു വീഡിയോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒത്തിരി കമൻറ്റ്സ് ഞാൻ വായിച്ചു. അവർക്ക് നേരിട്ട കുറേ സ്ട്രഗിൾസ്, അതുപോലെ തന്നെ അവരുടെ ജേർണി എങ്ങനെയാണ്, വെയിറ്റ് ലോസ് ജേർണി, അങ്ങനെ കുറേ കമൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ സജഷൻസ് ഒക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. എന്നെപ്പോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, സ്റ്റിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ പേരുണ്ടെന്ന് കമൻറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സോ ഐ തോട്ട് ഞാൻ എങ്ങനെയാണ് ഈ ഒരു 87 kg നിന്ന് 73 kg, അതായത് ഒരു 15 kg ഞാൻ എങ്ങനെയാണ് കുറച്ചത്, എന്തൊക്കെ ഡയറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് കുറച്ചത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നും ഫുള്ളായിട്ട് ഒരു ഡയറ്റ് മെത്തേഡ് മാത്രമല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓരോ മന്തിലും ഓരോ ഡയറ്റ് മെത്തേഡാണ് യൂസ് ചെയ്തത്. കാരണം നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഒരു ഡയറ്റ് മെത്തേഡ് മാത്രം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മടുക്കും. നമുക്ക് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തോന്നില്ല. നമ്മളൊരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മടുക്കും. ഫുഡിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് സെയിം ഐറ്റംസ് തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമുക്കത് മടുക്കും. സോ നമ്മൾ പല രീതിയിലുള്ള ഡയറ്റ്സ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമുക്കതിൽ സ്റ്റക്ക് ഓൺ ചെയ്ത് വേണമെങ്കിൽ പോവാം. പക്ഷേ ഇങ്ങനെ ഓരോ മന്ത് ഒരു 21 days എങ്കിലും നമ്മളിപ്പോൾ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 21 days എങ്കിലും ആ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അടുത്ത ഡയറ്റ് അടുത്ത 21 days അങ്ങനെ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 1 month ഒരു ഡയറ്റ്, നെക്സ്റ്റ് 1 month ഒരു ഡയറ്റ്, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, എഗ് ഡയറ്റ്, കീറ്റോ ഡയറ്റ്, ഇങ്ങനത്തെ പല ഡയറ്റ്സാണ് ഞാൻ ഓരോ മന്തിലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് മടുക്കത്തില്ല. പുതിയ സാധനങ്ങൾ നമുക്ക് കഴിക്കാനും പറ്റും, അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും പറ്റും. അപ്പോൾ എന്നും ഒരു ഫുഡിൽ തന്നെ സ്റ്റക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് ആ ഒരു മടുപ്പ് ഉണ്ടാവില്ല നമ്മളിങ്ങനെ മാറ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ എന്ത് പറഞ്ഞാലും ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഒരു 21 days എങ്കിലും കണ്ടിന്യൂ ചെയ്താലേ ആ ഒരു എഫക്റ്റ് ബോഡിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ 1 month ഇങ്ങനെ മാറ്റിയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല ഡയറ്റ് എടുത്തിട്ടാണ് ഈ ഒരു വെയിറ്റിലേക്ക് എത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു ഡയറ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ, അതായത് എഗ് ഡയറ്റ്. അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. സോ ബേസിക്കലി ഈ എഗ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1 month നിങ്ങളുടെ മാരേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 1 month ഏതെങ്കിലും ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഫിറ്റ് ആവണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരു വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് ഈ എഗ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിരിക്കും. അതിന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ എഗ് ഡയറ്റ് എന്ന് പറയുന്നത്. വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു 500 grams ഒക്കെ എന്തായാലും കുറയും. ഒരു 1 week എന്തായാലും ഒരു 7 kg എന്തായാലും കുറയും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ. കാരണം അത്രയും നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു ഡയറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വെയിറ്റിലോട്ട് എത്തും, പെട്ടെന്ന് തന്നെ എത്തും. ഇപ്പോൾ നിങ്ങൾക്ക് 1 month മാരേജ് അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഡയറ്റ് മെത്തേഡാണ് ഈ എഗ് ഡയറ്റ്. കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. സോ ഞാൻ ഒരു 21 days ആണ് ഈ ഒരു എഗ് ഡയറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ആ ഒരു ഇതിനുള്ളിൽ എനിക്ക് നല്ലൊരു വെയിറ്റ് തന്നെ എൻ്റെ കുറഞ്ഞിട്ടുണ്ട്. സോ പെട്ടെന്ന് വെയിറ്റ് കുറയുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കുള്ള വീഡിയോ ആണിത്. സോ പെട്ടെന്ന് അങ്ങനെ വെയിറ്റ് കുറയണം എന്നുള്ളവർക്ക്, ഇപ്പം ഞാൻ പറയുകയാണ് ഭയങ്കര ഓവർ വെയിറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കിയാലും അവർ പെട്ടെന്ന് വെയിറ്റ് കുറയും. കാരണം ഞാനും ഭയങ്കര വെയിറ്റിലിരുന്നിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എങ്ങനെയാണ് ഈ ഒരു എഗ് ഡയറ്റ് എടുത്തിരുന്നത്, പലരും പല രീതിയിലാണ് എഗ് ഡയറ്റ് എടുക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം പലരുടെയും ഒരു വിശപ്പ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. പക്ഷേ പലരും എഗ് ഡയറ്റ് പല രീതിയിലാണ് എടുക്കുക. അപ്പം ഞാൻ എങ്ങനെയാണ് എഗ് ഡയറ്റ് എടുത്തിരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കഴിച്ചിരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും പിക്ചറായിട്ട് കൊടുക്കാൻ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചിരുന്നതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ നമ്മൾ കുടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ടീ.
ഗ്രീൻ ടീ ആണ് നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്കിലാണ് നമ്മൾ ഗ്രീൻ ടീ കഴിക്കേണ്ടത്. അത് എന്തായാലും മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. കാരണം ഈ ഒരു എഗ് ഡയറ്റിന് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എണീറ്റ് വന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ഫസ്റ്റ് തന്നെ ഒരു ഗ്രീൻ ടീ എന്തായാലും മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം. ഈ എഗ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ ഗ്രീൻ ടീ മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഗ്രീൻ ടീ കുടിച്ചതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്നത് ബോയിൽഡ് എഗ്സ് ആണ് കഴിക്കുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു വിശപ്പ് അനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ കഴിക്കുക. ഞാൻ 2 ബോയിൽഡ് എഗ്ഗാണ് കഴിച്ചിരുന്നത്. 2 ബോയിൽഡ് എഗ്ഗും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ എഗ് ഡയറ്റിൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്ന 2 ഫ്രൂട്ട്സ് ആണ് ആപ്പിളും ബനാനയും. ഇത് രണ്ടും നമുക്ക് എഗ് ഡയറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്ന 2 ഫ്രൂട്ട്സ് ആണ് ഇത് രണ്ടും. വേറെ ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ആകെ നമുക്ക് കഴിക്കാവുന്നത് ആപ്പിളും ബനാനയും മാത്രമാണ്. സോ ഞാൻ മോർണിംഗിൽ കഴിച്ചിരുന്നത് 2 ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ ഒരു ആപ്പിളുമാണ്. ഞാൻ ഈ ഒരു 21 ഡേയ്സിലും ഞാൻ രാവിലെ 2 ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ ഒരു ആപ്പിളുമാണ് ഞാൻ കഴിച്ചിരുന്നത്. നിങ്ങൾക്ക് 2 ബോയിൽഡ് എഗ്ഗ് എന്നുള്ളത് വേണമെങ്കിൽ 3 എണ്ണം ആക്കാം. പക്ഷെ അങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എഗ്ഗ് നിങ്ങൾക്ക് ഹോളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഫുള്ളായിട്ട് കഴിക്കാം. അതായത് ഫുൾ എന്ന് പറയുന്നത് അതിൻ്റെ യെല്ലോയും വൈറ്റ് പോർഷനും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ നിങ്ങളിപ്പോൾ 3ാമത്തെ ഒരു എഗ്ഗും കൂടെ എടുക്കുകയാണെങ്കിൽ പക്ഷെ നിങ്ങൾ വൈറ്റ് മാത്രമേ കഴിക്കാവൂ, യെല്ലോ കഴിക്കാൻ പാടില്ല. അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ 3 എന്നുള്ളത് 4 എഗ്ഗ് കഴിച്ചാൽ കൂടെ 2 എഗ്ഗ് മാത്രമേ മുഴുവനായിട്ട് യെല്ലോ പ്ലസ് വൈറ്റ് കൂടെ കഴിക്കാവൂ. അടുത്ത 2 എഗ്ഗ് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് മാത്രം കഴിച്ചാൽ മതി. അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഒരു ആപ്പിളും 2 ഹോൾ എഗ്ഗും കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഫില്ലായ പോലെ തോന്നും സ്റ്റൊമക്ക്. സോ ഞാൻ അങ്ങനെയാണ് കഴിച്ചിരുന്നത്. ഇപ്പോൾ ആപ്പിൾ ഇഷ്ടമില്ലാത്തവർ മാത്രം ബനാന കഴിക്കും. ലഞ്ചിന് ഞാൻ എന്താ കഴിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓട്സ് ഓംലെറ്റ് ആണ് കഴിച്ചിരുന്നത്. അതായത് ഓട്സും എഗ്ഗും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ് ഞാൻ കഴിച്ചിരുന്നത് ലഞ്ചിന്. ഈ ഡയറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് ഡയറ്റ്, അതിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ എഗ്ഗ് മാത്രമാണ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പേര് പോലെ തന്നെയാണത്. കൂടുതൽ നമ്മൾ എഗ്ഗാണ് കഴിക്കേണ്ടത്. സോ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചിരുന്നത് എഗ്ഗും ഓട്സും ഇട്ടിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. അതായത് ഓട്സ് നമ്മൾ നോർമലി ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ മുട്ട ഒഴിക്കുക, അതുപോലെ തന്നെ ഈ ഉള്ളി മുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നോർമലി ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ, പക്ഷെ അതിലേക്ക് ഒരു 2-3 സ്കൂപ്പും കൂടെ ഓട്സ് ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഓംലെറ്റ് ആക്കുക കഴിക്കുക. അതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിരുന്നത്. ഞാൻ ഓട്സ് എഗ്ഗ് ഓംലെറ്റ് ആണ് ഉച്ചയ്ക്ക് കഴിച്ചിരുന്നത്. ഭയങ്കര ടേസ്റ്റ്, നമ്മൾ നോർമലി ഒരു ഓംലെറ്റ് കഴിക്കുന്ന പോലെ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വിശപ്പ് അകറ്റാം എന്നുള്ള ഒരു ഓപ്ഷനാണ് മാത്രമേ ഉള്ളൂ ഇതിന്. പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുറേ ഓയിൽ ഒഴിക്കാതിരിക്കാൻ നോക്കുക. കുറേ വെളിച്ചെണ്ണ ഓയിലൊന്നും കൂടുതലായിട്ട് ഒഴിക്കരുത്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ചായ കുടിക്കുന്ന സമയം ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യും, എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് വിശക്കുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു ബനാനയോ എടുത്ത് കഴിക്കുക. ഇതിൽ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഇത് 2 മാത്രമേ ഉള്ളൂ, വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോ ഒരു ബനാനയോ ഒരു ആപ്പിളോ നിങ്ങൾക്ക് കഴിക്കാം ഈവനിങ് ടൈമിൽ. പ്ലസ് അത് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു ഗ്രീൻ ടീയും കൂടെ എടുക്കണം. മാക്സിമം ഒരു ഡേയിൽ 2 ഗ്രീൻ ടീ മാത്രം എടുത്താൽ മതി, അതിൽ കൂടുതൽ ഗ്രീൻ ടീ എടുക്കേണ്ട. ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഗ്രീൻ ടീ കുടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ കുടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 2 ഗ്രീൻ ടീ മാക്സിമം എടുത്താൽ മതി. അതായത് ഇപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ട് കഴിക്കുന്ന ആപ്പിളോ ബനാനയുടെ കൂടെ ഒരു ഗ്രീൻ ടീ കൂടെ എടുക്കുക. അപ്പോൾ ഈവനിങ് സ്നാക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നൈറ്റിൽ വരാം. ഡിന്നറായിട്ട് ഞാൻ എന്താ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയറുണ്ടല്ലോ, ബോയിൽ ചെയ്ത ചെറുപയർ. അത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ബോയിൽ ചെയ്തെടുത്ത ചെറുപയർ നമ്മൾ തോരൻ വെക്കില്ലേ, ഈ തോരനിൽ നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് അല്ലേ, നാളികേരം ഇട്ടിട്ടല്ലേ, അതായത് തേങ്ങ ഇട്ടിട്ടാണ് നമ്മൾ ചെറുപയർ തോരനാക്കുക. പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് വേണം, എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കണം. ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ആ ചെറുപയറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്ക്രാമ്പിൾഡ് തോരൻ പോലെ, ഒരു ചെറുപയർ തോരൻ പോലെ വിത്ത് എഗ്ഗ്, അതായത് തേങ്ങയ്ക്ക് പകരം എഗ്ഗ് ഇടുക, എന്നിട്ട് കഴിക്കാം. ഞാനിവിടെ വീഡിയോ ചേർക്കാം, അങ്ങനെയാണ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇവിടെ വീഡിയോ ചേർക്കാം. സോ അതാണ് ഞാൻ കഴിച്ചിരുന്നത്. സോ ഫുൾ നമ്മൾ മോർണിംഗ്, നൂൺ, അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ, അതുപോലെ ഡിന്നർ, ഇതിൽ എല്ലാത്തിലും നമ്മൾ എഗ്ഗ് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. എഗ്ഗിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളും ബനാനയുമാണ്. ഇങ്ങനെയാണ് എൻ്റെ ഒരു 21 ഡേയ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നത് എഗ് ഡയറ്റിൽ. ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ ബാക്കി ഉള്ള നമ്മുടെ ഡയറ്റ്സ് എടുക്കുന്നതിനേക്കാളും ഡ്രാസ്റ്റിക്കലി എൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിരുന്നു ഈ എഗ് ഡയറ്റ് എടുത്തിരുന്നപ്പോൾ.
നല്ല വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണിത്. ഉറപ്പായിട്ടും നല്ലപോലെ വെയിറ്റ് കുറയും. ഞാൻ കീറ്റോ ഡയറ്റ് അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ അതിനേക്കാളും കൂടുതലും എനിക്ക് വെയിറ്റ് കുറഞ്ഞിരുന്നത് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണ്. നല്ല മാറ്റം. ഡയറ്റ് എടുക്കുമ്പോഴും നമുക്ക് അതിൽ കുറച്ച് നെഗറ്റീവ് എഫക്ട്സ് എന്തായാലും ഉണ്ടാവും. ഈ എഗ് ഡയറ്റിൻ്റെ കുറച്ച് നെഗറ്റീവ് എഫക്ട്സ് പറയുവാണെങ്കിൽ, നമുക്ക് ഇതിൽ നിന്ന് കാൽഷ്യം ഫൈബർ ഒന്നും കിട്ടുന്നില്ല. ഈ എഗ്ഗ് കഴിക്കുമ്പോൾ നമുക്ക് എഗ്ഗ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്, ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് എഗ്ഗ്. പക്ഷെ നമുക്ക് കാൽഷ്യം ഫൈബർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ എഗ്ഗിൽ നിന്ന് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ബോൺസിനെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ കുറേ കാലം ഈ എഗ് ഡയറ്റ് മാത്രം എടുക്കുമ്പോൾ നമ്മുടെ ബോൺസിന് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ബോൺസിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വീക്കൻ ആവാനും നമുക്ക് പെട്ടെന്ന് ബോണിനെ സംബന്ധിക്കുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ബോൺ നല്ലപോലെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞ് ഭയങ്കര വീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളിത് കുറേ കാലത്തേക്ക് ഈ എഗ് ഡയറ്റ് ഫോളോ ചെയ്താലുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു 1 മന്ത് നമ്മൾ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഒരു 1 മന്ത് ട്രൈ ചെയ്തെന്ന് വെച്ചോ, 21 ഡേയ്സ് ട്രൈ ചെയ്തെന്ന് വെച്ചോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കുറേ കാലത്തേക്ക് ഈ ഒരു ഡയറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബോണിന് നല്ല രീതിയിലുള്ള പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മസിൽ പെയിൻ ഉണ്ടാവും, മസിൽ ക്രാംസ് ഉണ്ടാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉണ്ടാവും. സോ നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് എഗ് ഡയറ്റ്. പക്ഷേ നിങ്ങൾ എഗ് ഡയറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ എൻറ്റയർ വെയിറ്റ് ലോസ് ജേർണിയിൽ എഗ് ഡയറ്റ് മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തോ. നിങ്ങളുടെ മസിൽസിന് നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഇങ്ങനെ എടുക്കുക, ഇപ്പോൾ ഒരു കീറ്റോ ഡയറ്റ് ആണെങ്കിൽ കീറ്റോ ഡയറ്റ് 1 മന്ത്, പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് 1 മന്ത്, പിന്നെ ഒരു എഗ് ഡയറ്റ് 1 മന്ത്, അങ്ങനെ ചെയ്തു പോകുന്നവർക്കാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് എഗ് ഡയറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതുപോലെ തന്നെ ഒരു 1 മന്ത് ചെയ്തിട്ട് ഒരു 21 ഡേയ്സ് അതിലും കൂടുതൽ ചെയ്തിട്ട് ഒരു 1 മന്ത് മാക്സിമം അത് ചെയ്തിട്ട് ഞാൻ നിർത്തുകയാണ് ചെയ്തത്. നമുക്ക് അതിലും കൂടുതലൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും മേ ബി നിങ്ങൾക്ക് ഒരു 1 വീക്കൊക്കെ ട്രൈ ചെയ്യുമ്പോഴേക്കും മടുക്കും. കാരണം നമുക്ക് വേറെ ടേസ്റ്റ് ഒന്നും വായിക്ക് കിട്ടില്ല. ഈ എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എഗ്ഗ് വെറുതെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു രുചി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. വേറെ നമ്മൾ കുറേ ഫുഡ് കഴിച്ച് കുറേ ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് മാത്രം കഴിക്കുമ്പോൾ നമുക്ക് വായിക്ക് പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാത്തൊരു ഫീലൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം റണ്ണിന് ഈ ഒരു എഗ് ഡയറ്റ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഒരു ഷോർട്ട് ടേം റണ്ണിന് നിങ്ങൾക്ക് ഈ എഗ് ഡയറ്റ് നോക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു 1 വീക്ക് ഒരു 21 ഡേയ്സിനൊക്കെ വരെ ചെയ്യുന്നത് കുഴപ്പമില്ല. ഈ എഗ് ഡയറ്റ് ഫൈനാണ്. പക്ഷേ കുറേ നാളത്തേക്ക് ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിലൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമാവും. പിന്നെ ഞാൻ ഈ എഗ് ഡയറ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ വേറൊരു ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും നല്ലപോലെ. അതായത് ഇപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ ഇപ്പോൾ ഫൈബറൊക്കെ ഉള്ള ഫുഡ് നിങ്ങൾക്കറിയാലോ, ഫൈബ്രസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കുറേ അത്യാവശ്യം കഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചീര അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, എന്തെങ്കിലും ഫൈബ്രസ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകാൻ നല്ല സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ എഗ് ഡയറ്റ് മാത്രം ഫോളോ ചെയ്തിരുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവാത്തൊരവസ്ഥയല്ല, പക്ഷെ പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ഡയറ്റ് നിങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇടവിട്ട് ചെയ്യുക ഡയറ്റ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് സെയിം ഡയറ്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതിപ്പോൾ ഏത് ഡയറ്റിനാണെങ്കിലും കുറേ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ടാവും. അത് നിങ്ങൾ മൈൻഡിൽ നല്ലപോലെ വെക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഡയറ്റിലേക്ക് ഷിഫ്റ്റ് ആവുക. ഓക്കെ. പക്ഷേ ഇപ്പം ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം, കുറേ നാളത്തേക്ക് ഈ ഒരു എഗ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലാണ് പ്രശ്നമുള്ളത്. അപ്പോഴാണ് നിങ്ങളുടെ ബോൺസ് വീക്ക് ആവുന്നതും മസിൽ പെയിനും മസിൽ ക്രാംസ് ഒക്കെ ഈസിലി നിങ്ങളെ ക്യാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
പക്ഷെ നിങ്ങൾ കുറച്ച് നാളത്തേക്കൊക്കെ ഇത് ട്രൈ ചെയ്യുവാണെങ്കിലും പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവും. കുറച്ച് നാളത്തേക്കൊക്കെ ട്രൈ ചെയ്യുന്നത് ടോട്ടലായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളൊരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ സജഷനും കൂടി അവരുടെ ഒപ്പീനിയനും കൂടി എടുത്തിട്ട് നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല പല അസുഖങ്ങളുള്ള ആൾക്കാർക്ക് പല പല ഡയറ്റൊന്നും ഓക്കെ ആവില്ല. ഇപ്പോൾ PCOD ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വേറൊരു ഡയറ്റാണ് വേണ്ടി വരിക. അല്ലെങ്കിൽ PCOS അങ്ങനെ പല പല ഡയബറ്റീസ് ഉള്ളവർക്ക് വേറെ ഡയറ്റ്, അങ്ങനെ പല പല കണ്ടീഷൻസ്. ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്കാണെങ്കിൽ പല പല ഡയറ്റ്സ് ആണ് ആവശ്യം വരിക. ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ഡയറ്റ് ആയിരിക്കില്ല വേറൊരാൾക്ക് വേണ്ടി വരിക. പലരുടെ ബോഡി അനുസരിച്ച് ഡയറ്റിൽ വ്യത്യാസം വരും. അതായത് ചിലപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത പല ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം എന്ത് ഡയറ്റ്, ഞാനിപ്പോൾ എഗ് ഡയറ്റിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ, വേറെ എന്ത് ഡയറ്റ് ആണെങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് ഡയറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നെങ്കിലും ഒന്ന് പറയുക. അപ്പം മേ ബി അവർ സജഷൻസ് തരുമായിരിക്കും. ഡയറ്റീഷ്യൻ്റെ ഒരു സജഷൻ ചോദിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഇപ്പം ഞാനാണെങ്കിൽ പോലും പല പല യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് പല പല ഡയറ്റും എടുത്തിട്ട് ഞാൻ ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് തടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പെട്ടെന്ന് ഫുഡൊക്കെ അങ്ങനെ ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് ഭയങ്കര പ്രശ്നങ്ങളായിട്ടുണ്ട്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര വീക്കായി ടയർഡായി പോയിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യുന്നതും ഡയറ്റീഷ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടാണ് ഈ ഡയറ്റ്, ഞാനിപ്പോൾ എന്ത് ഡയറ്റ് എടുക്കുമ്പോഴാണെങ്കിലും ഞാനൊരു ഡയറ്റീഷ്യനെ എടുത്ത് ചോദിച്ചിട്ട്, എനിക്കൊരു ഡയറ്റീഷ്യനുണ്ട്, ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ഇന്നത് കഴിക്കാമോ, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറ്റ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, എഗ് ഡയറ്റ്, ഇങ്ങനെ ഇടവിട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അതും ഞാൻ ഡയറ്റീഷ്യൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. സോ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾക്കും ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യുക. ഡയറ്റിനും അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ടബിൾ ആവുമോ, ഓക്കെ ആവുമോ, നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഈ ഒരു ലോങ് ടേം റണ്ണിന് ഞാൻ ഒരിക്കലും എഗ് ഡയറ്റ് സജസ്റ്റ് ചെയ്യില്ല. ഷോർട്ട് ടേമിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾസോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും അങ്ങോട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഡയറ്റ് വീഡിയോസും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും എല്ലാം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. താങ്ക് യു. ബൈ.